നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയുമ്മ സാജൻ. ഇന്ന് എനിക്ക് പറയാനുള്ളത് ചില പേരുകളെക്കുറിച്ചാണ്. അതായത് നമ്മൾ സിനിമ ഡിസ്കഷൻ നടക്കുമ്പോഴേ ആലോചിക്കും, ഈ കഥയ്ക്ക് ഏത് അനുയോജ്യമായ പേര്. ഒരുപാട് പേരുകളും വിട്ടു നോക്കും. ചിലത് തൃപ്തി വരില്ല, ചിലത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ ചില സമയങ്ങളിൽ നല്ല ഈ പേരിനോടൊപ്പം തന്നെ നല്ലൊരു ഇത് വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്കൊരു ഈ പടം കാണണമല്ലോ എന്ന് തോന്നും. അങ്ങനെ ചില പേരുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇപ്പം നമ്മൾ വിവാദമായിരിക്കുന്ന ഒരു പേരാണ് ചെകുത്താൻ. ഈ ചെകുത്താൻ എന്ന പേര് ആ യൂട്യൂബർ, അയാളുടെ പേര് ജിജോ അലക്സ് എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം തിരുവല്ലക്കാരനാണ്. പുള്ളിക്കാരൻ മുമ്പ് കുവൈറ്റിലായിരുന്നു, അതിനുശേഷം നാട്ടിൽ വന്നു. ഇടയ്ക്കിടയ്ക്ക് പുള്ളി പോസ്റ്റ് ചെയ്യാറുണ്ട്, ഞാനും കണ്ട് ആസ്വദിക്കാറുണ്ട്. ആ ആസ്വാദനം ചിലപ്പോൾ കാട് കയറി പോകുമ്പോൾ ഞാൻ ആലോചിക്കുക, ഇത് തെറിപ്രയോഗങ്ങളല്ലേ, ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ ആൾക്കാർ കാണുന്നതല്ലേ. മാത്രമല്ല പെണ്ണുങ്ങളും ആണുങ്ങളും രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ ഇരുന്ന് കാണുന്നതല്ലേ. ഇങ്ങനെ പാടുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് വിചാരിക്കും എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എന്നാലും പുള്ളിക്കാരൻ നിർത്താറില്ല. ചില സമയത്ത് ചില സിനിമകളെ പറ്റി പുള്ളി ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അത് പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെ സിനിമ വന്നാൽ പുള്ളിക്കാരൻ എന്തോ വാരിട്ടങ്ങനെ അലക്കും. പുള്ളിക്കാരൻ പറയുന്നത് മോഹൻലാൽ സിനിമ എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് ഈയിടെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി തന്നെ പറയുന്നത്. അത് പുള്ളി പറഞ്ഞു വെച്ചാൽ, എന്താണ് പുള്ളിക്കാരൻ്റെ പ്രത്യേകത, നല്ല അഭിനയമുണ്ടോ, ഇല്ലേ, അഭിനയിക്കുന്നതാണോ തോന്നില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് മോഹൻലാലിനോട് പുള്ളിക്കാരനൊരു പ്രത്യേക ദേഷ്യം പോലെ. അത് അങ്ങനെയുള്ള പേരുകൾ, അതായത് അങ്ങനെ പുള്ളിക്കാരൻ ഈ ചെകുത്താൻ എന്ന പേരിടാൻ കാരണം തന്നെ ചോദിച്ചപ്പോഴോ പുള്ളി പറയുന്നത്, എനിക്കത് തോന്നി. പണ്ട് സ്ഫടികം എന്ന സിനിമയിൽ മോഹൻലാലിനൊരു ലോറി ഉണ്ടായിരുന്നു. ആ ലോറിയുടെ പേര് ചെകുത്താനാണ്. അതിൽ പുള്ളിക്കാരന് കണ്ട് തൃപ്തിയുണ്ടായി, ആവേശം കൊണ്ട് ഈ പേര് പുള്ളി സ്വീകരിച്ചതാണെന്ന് വേറൊരു അഭിമുഖത്തിൽ പുള്ളി പറഞ്ഞു. അത് പുള്ളി മറന്നുപോയതായിരിക്കാം. ആ ചെകുത്താൻ എന്ന പേരാണ് പുള്ളിക്കാരൻ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് അത്രേ. ഇത് എടുത്തു പറയാൻ കാരണം, ചില സിനിമകൾ വരുമ്പോഴത്തേക്ക് ഇന്ന് അനുകരണം ഉണ്ടാവുമല്ലോ. പണ്ട് നമ്മൾ പ്രേംനസീർ അഭിനയിക്കുന്ന കാലത്ത് തന്നെ ആൾക്കാർ അദ്ദേഹത്തിനെ അനുകരിക്കും. ഇപ്പം നമ്മുടെ ജയറാം അദ്ദേഹത്തിന് മനോഹരമായിട്ട് ഇപ്പം മിമിക്രി ചെയ്യാറില്ലേ, അതൊരു അനുകരണമാണ്. അനുകരണം നല്ല ആരോഗ്യമായ രീതിയിൽ അനുകരണം എപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ ചില സിനിമ വരുമ്പോഴത്തേക്കും ഈ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്നൊരു സിനിമ വന്നപ്പം ക്യാമ്പസിലെ പെൺകുട്ടികളെല്ലാം നദിയ മൊയ്തുവിൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ, ഉച്ചിയിൽ ഒരു കൊണ്ടവലയെ കെട്ടിയിട്ട് കുറച്ച് ഭയങ്കര സ്റ്റൈലായിരുന്നു ആ സമയത്ത് നദിയ മൊയ്തുവിൻ്റെ സ്റ്റൈൽ. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് പ്രേമം എന്നൊരു സിനിമ വന്നപ്പോൾ ക്യാമ്പസിൽ ആൺപിള്ളേർ മുണ്ട് കൊടുത്ത് കറുത്ത ഷർട്ട് ഇട്ട് അതൊരു അനുകരണമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൃതാവില്ലേ, സൂചി പോലെ, അത് എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോ ബോബൻ കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു. കുറേ കാലം ക്യാമ്പസിലൊക്കെ പിള്ളേരെല്ലാം സൂചി പോലെ അനുകരണം. ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. ജയൻ അഭിനയിക്കുമ്പോഴത്തേക്ക് സംഭാഷണം ഇപ്പോൾ പരത്തി പറയുന്ന മിമിക്രിക്കാർ അങ്ങനെയൊന്നുമല്ല. ഞാൻ ജയനോടൊപ്പം കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞാൻ പോവുകയാണെങ്കിൽ എന്നൊക്കെ ബേസിൽ പറയുന്നതാണ്, ദേവരെ വലിച്ചു കെട്ടി പറയുന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ബെൽ ബോട്ടം പാൻസ് ഒരു പ്രത്യേകിച്ച് സ്റ്റൈലിൽ കോളേജ് ക്യാമ്പസിലെ പിള്ളേർ അനുകരിക്കുമായിരുന്നു. ആദ്യം അത് 20, പിന്നെ 25, 32 അങ്ങനെയൊക്കെ ബെൽസ് അങ്ങനെയൊക്കെ കൂടിപ്പോയി, അതൊക്കെ മാറി. അത് ഓരോ കാലഘട്ടത്തിൽ അങ്ങനെ അനുകരണങ്ങൾ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പക്ഷേ ഈ അനുകരണം, ചെകുത്താൻ എന്നുള്ള അനുകരണം പുള്ളി തെറി പറയാനാണ് ഉപയോഗിക്കുന്നുള്ളത് കുറച്ച് കടന്നുപോയി. അപ്പോൾ അങ്ങനെ ഇപ്പം തന്നെ നമ്മുടെ കണ്ടില്ലേ ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തം നമ്മുടെ വയനാട്ടിൽ. ആ വയനാട്ടിലെ ദുരന്തം എത്ര കുടുംബങ്ങളാണ് പോയത്. ഇന്നലെ വരെ ആരായിരുന്നു, ഇന്ന് ആരാണ്? ഇന്നലെ കുബേരനായിരുന്നോ, ഇന്ന് കുചേലനാണ്. എവിടെയൊക്കെ അഗതികളെപ്പോലൊക്കെ താമസിക്കുന്നു. പിന്നെ ചിലരൊക്കെ പറയുമല്ലോ, എൻ്റെ ക്യാമ്പസിലേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് എഴുതി കേട്ട് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ വെള്ളം കയറിയപ്പോൾ അവരൊക്കെ ഇപ്പോൾ പുനരധിവാസ സ്ഥലത്താണ്. അന്ന് മനുഷ്യൻ അവർ പഠിക്കുന്നതല്ലാണ്, ഞാൻ കുറ്റം പറയുകയല്ല. ഇന്നലെ വരെ ആരായിരുന്നു, ഇന്നല്ല എന്നുള്ളതാണ് ഒരു ഭൂപ്രകൃതി ഒരു ദുരന്തം കൊണ്ടുണ്ടായത്. ആ സ്ഥലത്ത് അങ്ങോട്ടൊന്നും നമുക്ക് ആർക്കും സാധാരണക്കാർക്ക് പോകാൻ അനുമതിയില്ല. പക്ഷേ ഗവൺമെൻറ് വേണ്ടി എല്ലാ നല്ല മനസ്ഥിതിക്കാരും നല്ല മനസ്സാക്ഷിയുള്ളവരും നല്ല കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാടിൽ തെലുങ്കുന്നും പ്രഭാസൊക്കെ എത്ര കോടി കൊടുത്തത്. അതുപോലെ തന്നെ ഒത്തിരി നമ്മുടെ ധനുഷ്, ഇവിടെ നമ്മുടെ
മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ സൽമാൻ എന്ന് വേണ്ട എല്ലാവരും സിനിമാക്കാരും സംഘടനകളും ഒക്കെ പണം ആവശ്യം പോലെ കൊടുക്കുന്നുണ്ട്. മമ്മൂട്ടി പറഞ്ഞത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ള പുള്ളിക്കാരൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മോഹൻലാൽ എന്ത് വെച്ചാൽ അദ്ദേഹത്തിന് ലഫ്റ്റനൻറ്റ് കേണൽ ടെറിട്ടോറിയൽ ആർമിയുടെ പദവി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അവിടെ സന്ദർശിക്കാനുള്ള അനുമതിയുണ്ട്. സാധാരണ നമുക്കൊന്നും പോയി സന്ദർശിക്കാൻ അനുമതി ഇല്ല. നമുക്ക് പത്രദ്വാര കേട്ടും കണ്ടും അനുഭവിക്കാനേ പറ്റുള്ളൂ. പിന്നെ ചാനലിൽ കൂടെ നമുക്ക് കാണാമല്ലോ. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം അവിടെ സന്ദർശിച്ചു. അദ്ദേഹം നല്ലൊരു തുകയാണ് നമ്മുടെ ഇതിനു വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് പുള്ളി സംഭാവന നൽകിയത്. ശരിക്കും നമുക്കതൊക്കെ പ്രകീർത്തിക്കേണ്ടതാണ്. കൂടെ മേജർ രവി ഉണ്ടായിരുന്നു. ഈ ചെകുത്താൻ പറയുന്നത് മേജർ രവി എന്തിനാണ് പോയത്, അയാൾ റിട്ടയർ ആയിരുന്നല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. മേജർ രവി റിട്ടയർ ആണെങ്കിലും പുള്ളിക്കാരന് ഏത് സമയത്തും നമ്മുടെ റിട്ടയർ ആവുന്ന പട്ടാളക്കാർക്ക് എന്തെങ്കിലും ഒരു യുദ്ധമെല്ലാം ഉണ്ടായാൽ സന്നദ്ധരായിരിക്കണം, യൂണിഫോം എടുത്ത് അണിയണം, അതിൽ യുദ്ധഭൂമിയിലേക്ക് എത്തണം എന്നൊക്കെ ഉള്ളത് ഈ ചെകുത്താൻ അറിയാത്തതാണെന്ന് തോന്നുന്നു. മോഹൻലാൽ അതുപോലെ അദ്ദേഹത്തിന് ഈ സമയത്ത് പ്രത്യേകിച്ച് അവിടെ ചെല്ലാനുള്ള അനുമതിക്ക് ഈ യൂണിഫോം ടെറിട്ടോറിയൽ ആർമിയോടൊപ്പം പോകാൻ സാധിച്ചതിൻ്റെ മഹാകാര്യമല്ലേ. അതാണ് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഈ ചെകുത്താൻ പറഞ്ഞത് ഇയാളെന്തിനും അവിടെ പോയി, ഇയാൾക്ക് കോമളിത്തരവല്ലേ കാണിച്ചത്, എന്ത് വിഡ്ഢിവേഷമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ കുറച്ച് പ്രഹസനം, ഒരു പരിഹാസം പോലെയൊക്കെ. അത് നമുക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇയാളുടെ ഈ പ്രഹസനം പണ്ടേ നമുക്ക് തോന്നും അരോചകമല്ലേ എന്നൊക്കെ. ആരും ചോദിക്കാനും പറയാൻ ആരുമില്ലേ. യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ എന്ത് നല്ല 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 കാര്യങ്ങൾ പറയുന്നുണ്ട്. കെ എൽ ബ്രോ, ബിജു ഋത്വിക് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഫാമിലി, കണ്ണൂർക്കാരൻ, അയാളുടെ ഭാര്യ കർണാടകക്കാരിയാണ്. അവർ ഫാമിലിയായിട്ട് അയാളും അയാളുടെ ഭാര്യയും അയാളുടെ അമ്മയും അയാളുടെ മകൻ ബിജു ഋത്വിക്, പിന്നെ സഹോദരൻ്റെ മകള്, ഈ 4 പേരാണ് കുടുംബം. എന്ത് മനോഹരമായിട്ട് ഇപ്പോൾ എത്തിച്ചാൽ 2.5-3 കോടി ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ഇവിടെ ഡൽഹിയിൽ പോയി പുള്ളി ചില ഇതൊക്കെ വാങ്ങി, എന്തൊക്കെയാണ് ബ്ലൂ ബട്ടൺ എന്ന് പറയുമല്ലോ, ഡയമണ്ട് ബട്ടൺ, ഗോൾഡ് ബട്ടൺ എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ വാങ്ങിച്ചു. എന്താ പുള്ളി എന്ത് ലാളിത്യമായിട്ടാണ്, നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പറയുന്നത് ലാളിത്യമാണ്. അങ്ങനത്തെ യൂട്യൂബേഴ്സ് എത്രയോ പേരുണ്ട്. അത് എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ യൂട്യൂബിലൂടെ പറയാം, പക്ഷേ ഭാഷകൾ സഭ്യമായിരിക്കണം. ഇദ്ദേഹത്തോടൊരു ഇൻ്റർവ്യൂവിനോട് ചോദിച്ചപ്പം അത് ഞാൻ എൻ്റെ ഭാഷയാണത്, എൻ്റെ ഇവിടുത്തെ രീതി അതാവാം, എൻ്റെ ആഹാര രീതി അതാവാം, അതുകൊണ്ടായിരിക്കും എൻ്റെ ഈ ഭാഷ കുറച്ച് മോശമായിപ്പോയി നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി മാറ്റാറുള്ള ഉദ്ദേശമില്ലേ. അതൊക്കെ അപ്പോഴെപ്പോഴും പറയുന്ന പോലല്ലേ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത് കേട്ടോ, അവനൊരുപാട് അസുഖങ്ങളുള്ള പയ്യനാണ്, അവന് BP ഉണ്ട്, അവന് ഷുഗറുണ്ട്, പിന്നെ എന്താ ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്നു, പിന്നെ അലർജി ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അപ്പോൾ ഈ തെറി വാക്കൊന്നും അമ്മ കാണാറില്ലേ? അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അത് അല്ല, കാരണം ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അമ്മയാണ് വക്കീലിനെ അറേഞ്ച് ചെയ്തതും ഒക്കെ. അതൊക്കെ നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇയാൾ പുറത്ത് വന്ന ശേഷമോ വളരെ എന്തുമാത്രം സൗമ്യനായിട്ട് നല്ല രീതിയിൽ നല്ല കുട്ടിയായിട്ടല്ലേ പുള്ളിക്കാരൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇതൊക്കെ പുള്ളിക്ക് അറിയാഞ്ഞിട്ടാണോ? അപ്പോൾ മനഃപൂർവ്വം പരിഹസിക്കുക. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂ പറയുന്നു, ഇതാണ് ഞാൻ വാങ്ങിയ വീട്, പിന്നെ ഇനി അടുത്തൊരു കുറച്ച് പൈസ എനിക്കായുള്ളൂ, ഇനി കുറച്ച് ഫണ്ട് ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ അടുത്തൊരു വണ്ടി വാങ്ങണം, പിന്നീട് കുറച്ച് പൈസ ഞാൻ ദുരിതാശ്വാസത്തിൽ കൊടുക്കണം. പിന്നെ ഞാനിത് വിളിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഈ വീട്ടിലേക്ക് ഒരു ഗൃഹപ്രവേശമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ക്ഷണിക്കാനാണെന്ന് പരിഹാസമായിട്ട് പുള്ളി പറയുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു സംഭവമൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെന്ന് വെച്ചാൽ ഇടയ്ക്ക് സൗമ്യനായെങ്കിലും ചില സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്തു വരും. അത് ഇനി എത്ര കാലം ഏതായാലും പോലീസ് കേസാണ്, ടെറിട്ടോറിയൽ ആർമി ആ രീതിയിൽ കേസെടുക്കുന്നതാണ് പോലീസ് ഭാഷ്യം. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്ക് യൂട്യൂബിലൂടെയൊക്കെ കണ്ടതും പിന്നെ പോലീസുകാരുടെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടല്ലോ. അപ്പം മൊത്തത്തിൽ സത്യം പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഹീറോ ആയി. അതായത് ഫേമസും നൊട്ടോറിയസും ഒന്നും പറയുമല്ലോ. ഫേമസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടണം, നൊട്ടോറിയസ് ആവാൻ വളരെ കാലമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നൊട്ടോറിയസ് ആവും. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ തുടരെ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, ഇത്രയും ഒരു ദുരന്തം നടന്ന സമയത്ത് നമ്മൾ ആൾക്കാർ കൈയച്ച് സംഭാവന ചെയ്യുന്നതിനെക്കുറിച്ച് നല്ലത് പറയണം. ഇനി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം, നല്ല ജീവിതം അവർക്കെല്ലാം കിട്ടണം എന്ന് കരുതണം. അങ്ങനെ ഇനിയും ഞങ്ങളുടെ സിനിമാക്കാരുടെ തന്നെ ഒരുപാട് ഫണ്ടുകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ഫെഫ്ക ഫണ്ട് അയക്കുന്നുണ്ട്, ആൾക്കാർ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ ഇവിടെ നിന്ന് ആൾക്കാർ സമൂഹങ്ങളിൽ ജനങ്ങൾ ഓരോന്നും സംഭാവന സ്വീകരിച്ചുകൊണ്ട് എത്തിക്കുന്നുണ്ട്.
മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നല്ല നല്ല രീതിയിൽ പ്രവഹിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ചില ചെകുത്താന്മാരെന്ന് തന്നെ ഞാൻ പറയാം. ഒട്ടും പുള്ളിക്കാരൻ ശരിയല്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്തും പറയട്ടെ, പുള്ളി ചില നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു ദൈവവിശ്വാസിയല്ല എന്ന് പറയുന്നത് അതാണ് ഇഷ്ടം. മതത്തിനോട് പുള്ളിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നത് അതാണ് ഇഷ്ടം. ആരും ദൈവത്തെയും മതത്തെയും അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. പുള്ളി ഒരു മതനിഷേധിയാണെങ്കിൽ പുള്ളിനെ സമർത്ഥിക്കുന്നുണ്ട്. അതെങ്ങനെ ആയിക്കോട്ടെ, അത് നമുക്കൊരു അതിനെപ്പറ്റി നമുക്ക് അഭിപ്രായമില്ല. അത് ആർക്കും എന്തും ഏത് രീതിയിലും ആവാം. പക്ഷേ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വാചകങ്ങൾ, മോശമായ പദപ്രയോഗങ്ങൾ ചെയ്യരുത്. തുടർന്ന് ഞാൻ പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് എന്ത് അരോചകമാണ് എന്നുകൂടി ഇനിയുള്ള യൂട്യൂബേഴ്സും കൂടെ ശ്രദ്ധിച്ചാൽ നല്ലത്. ഞാനും ഒരു ചെറിയ യൂട്യൂബറാണ്. ഞാൻ എൻ്റെ ഭാഷകൾ ശുദ്ധമായ രീതിയിൽ പ്രയോഗിക്കാറുള്ളൂ എന്ന് കരുതുന്ന ആളാണ്. ഇനി തുടർന്നും നല്ല നല്ല സംഭവങ്ങൾ സിനിമയിലൂടെ തന്നെ എൻ്റെ എല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.